പിന്നെ മറ്റേ ഞാൻ വാഴയാണല്ലോ ഞാൻ ഉദ്ദേശിച്ച പരിപാടി അല്ല ഇത്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നിയ ഒരു മൂമെന്റ് ഏതായിരിക്കും? സായി കൃഷ്ണ 5 ലക്ഷം രൂപ എടുത്ത് പുറത്തായതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിയായിട്ട് ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ചോദ്യം ഇങ്ങനെ കുത്തിയാണ് ചോദിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ അയാൾക്ക് പേയ്മെൻറ്റ് ഇല്ലായിരുന്നു കാണും, ചിലപ്പോൾ അയാൾക്ക് വേറെ വല്ലതും ഡീലിംഗ് ആയിരുന്നു കാണും ബിഗ് ബോസുമായിട്ട്. നമ്മൾ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ വരാം, മണി ബോക്സ് വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് ഇറങ്ങാം. അല്ലെങ്കിൽ അയാൾ ചിലപ്പം വേറെ നല്ലത് ചെയ്തായിരിക്കും. അഭിഷേക് ഇറങ്ങാൻ പാടില്ല. അഭിഷേക് ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടി ഈ മണ്ട ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് കപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സിജോ ഇറങ്ങാൻ പാടില്ല. സിജോ മറ്റേ 10-15 ലക്ഷം രൂപ കിട്ടിയ നന്ദനയ്ക്ക് വീട് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ കാണിച്ചത്. അപ്പം അതിനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അയാളെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരാളിലൊന്നും ഈ ബിഗ് ബോസ് പോലത്തെ ഒരു വൃത്തികെട്ട ഷോയിൽ പോകാൻ പാടില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവന് പോകാൻ പറ്റിയ ഒരു ഷോ ആണ്. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയില്ല, ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മകിൽ മാരാർ വന്നത് അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ മറ്റേ സിജു ആക്ടർ, പുള്ളിക്ക് പടമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വരെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ജാസ്മിൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സ് പോലും ഇനി മര്യാദയ്ക്ക് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അവൾ അത്രത്തോളം വൃത്തികേടായിപ്പോയി. അതേപോലെയാണ് ഈ സായി കൃഷ്ണ അതേപോലെയാണ്. സായി കൃഷ്ണയ്ക്ക് ഭയങ്കര തിരിച്ചടിയാണ് ഇത്. ഈ ബിഗ് ബോസിൽ പോയത് വളരെ മോശപ്പെട്ട ഒരു ഐഡിയ ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് അതിലും നല്ലൊരു സൂപ്പറായിട്ട് നടന്നുകൊണ്ടിരുന്ന വെളിയിൽ ഈ ഒരു യൂട്യൂബറായിട്ട് സാധാരണ ജീവിതം പുള്ളി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അടിപൊളിയായിരുന്നു. പക്ഷേ പുള്ളി അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫാമിലി ആയിട്ടുള്ള മിംഗ്ലിങ്, അത് ഇത് അച്ഛനായിട്ടുള്ള പ്രശ്നം, അതൊക്കെ പറഞ്ഞ് പുള്ളി ന്യായീകരിച്ചാലും ഈ പരിപാടിക്ക് പോയത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നതെന്ന് പറഞ്ഞാൽ സിജോ ഔട്ടായതുവരെ സായിയുടെ കൂടെ കൂട്ടുകൂടിയതുകൊണ്ടാണ്. പിന്നെ സിജോ ഒരു വളിപ്പ് പറഞ്ഞു നേരത്തെ എപ്പിസോഡിൽ ലാലേട്ടനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സായി എനിക്ക് കൈ തരാമായിരുന്നപ്പോൾ ഞാൻ കൈ പോലും കൊടുത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എനിക്ക് ഷെയ്ക്കാൻഡ് തരാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഷെയ്ക്കാൻഡ് പോലും ഞാൻ കൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. സായി പക്ഷേ വെളിയിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞു സിജോ വിൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്രയ്ക്കും ഒരു ഫീലിങ്ങോടെയാണ് സായി പറയുന്നത്. പക്ഷേ സിജോ പറയുന്നത് എനിക്ക് അവൻ കാണിച്ച പരിപാടി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഇതാണ്. എന്താണേലും ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കൂടെ പുറപ്പാണല്ലോ. അതിനെ മറികടക്കുമ്പോഴാണ് നമുക്ക് റിലേഷൻഷിപ്സും മറ്റേ ബന്ധുക്കളും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്താണേലും സായിക്ക് ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു എക്സ്പോഷറാണ്. ഇനി മിസ്റ്റേക്സൊക്കെ ശരിയാക്കി മുന്നോട്ട് പോട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സിജോ പുറത്തായതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെരി ക്ലിയറാണ്. അത് മറ്റേ ജാസ്മിനെതിരെ മറ്റേ പ്രശ്നം ഉണ്ടായിരുന്നു. സിബിൻ അതേപോലെ ജാസ്മിനെ കരയിച്ചു കഴിഞ്ഞാണ് അതിൻ്റെ വരും ആഴ്ചയാണ് സിബിൻ പുറത്താവുന്നത്. സിബിൻ ഭയങ്കര മോശമായിട്ടാണ് പുറത്തായത്. പക്ഷേ സിജോ ഇങ്ങനെ നൈസായിട്ട് സാധാരണ ഒരു എവിക്ഷൻ പോലെ പുറത്തായി എന്നാണ് പറയുന്നത്. ഇതുവരെ പുറത്തായോ എന്ന് എനിക്കറിയില്ല. പുറത്തായി എന്നാണ് വെളിയിലുള്ള ന്യൂസ് കേൾക്കുന്നത്. സിജോയ്ക്ക് പക്ഷേ അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ. ഞാൻ പോലും 2 പ്രാവശ്യം 3 പ്രാവശ്യം സിജോയ്ക്കാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരാൾ ജാസ്മിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ പുറത്താവും. അത് വോട്ടിങ് അത് ആൾക്കാരുടെ സപ്പോർട്ട് കാരണമോ അല്ല, അത് അകത്തുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജാസ്മിനെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരികയാണ്. ജാസ്മിനെ എത്ര വെളുപ്പിച്ചാലും അത് വെളുക്കാത്ത ഒരു രീതിയിലേക്ക് അത് കറുത്തുപോയി എന്നുള്ളത് ഈ ആൾക്കാർ അറിയുന്നില്ല. വെളിയിൽ ഈ ബിഗ് ബോസിൽ ജാസ്മിൻ ജയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ബിഗ് ബോസ് എന്ന പരിപാടിയെ കാർഗിച്ച് തൂപ്പും. അത് ഞാൻ ഉറപ്പ് തരാം. അതായത് അതിൽ വലിയൊരു ഭൂരിപക്ഷമായിരിക്കും കാർഗിച്ച് തുപ്പുന്നത്. അല്ലാതെ ഒരു 10% ആൾക്കാർ കാണുന്ന 100 പേരിൽ 10 പേരല്ല കാർഗിച്ച് തുപ്പുക. ഒരു 60% 70% ആൾക്കാർ കാർഗിച്ച് തുപ്പും. അതും വോട്ട് ചെയ്യാത്ത ആൾക്കാർ വരെ കാർഗിച്ച് തുപ്പും. കാരണം അറിയാതെ വരെ ആൾക്കാർ ഇവള് ജയിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗബ്രിയെ പോലത്തെ ആൾക്കാർ പറയുമ്പോൾ സൂപ്പറാണ്, അടിപൊളിയാണ് എന്ന് വേണേൽ ഗബ്രിയെ പോലത്തെ ആൾക്കാർ പറയും. അല്ലാതെ ഇത് ജാസ്മിനെ വിജയിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഇതിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടി ഞാൻ പെർഫോം ചെയ്തു. ഞാൻ എൻ്റെ മനസ്സിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ജിൻഡോക്ക് ഭയങ്കര ഫാൻ പവർ ആണ് പുറത്ത്. അപ്പം ആ ഒരു ഫാൻ പവർ വെച്ചിട്ട് ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് എല്ലാവരും തോന്നുന്നു. ഫാൻ പവർ വോട്ടായാലേ കപ്പാവും. ഫാൻ പവർ ഈസ് ഡിഫറെന്റ്, വോട്ടിംഗ് സാധനം ഡിഫറെന്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വലിയ പ്രശ്നമാണ് പുള്ളി ജിൻഡോയുടെ ഗ്രോത്ത്, ജിൻഡോയുടെ പവർ പുള്ളി എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല, അതാണ് എൻ്റെ ഒരു സംശയം. പുള്ളി പറയുന്നത് കറക്റ്റാണ്, ഫാൻ പവർ വോട്ടാകുമ്പോഴേ ഇതുള്ളൂ. വോട്ട് പുള്ളിക്കുണ്ട്, ജിൻഡോയ്ക്ക് വോട്ടുണ്ട്. ജിൻഡോയുടെ പവർ പുള്ളി മനസ്സിലാക്കിയിട്ടില്ല. കാരണം പുള്ളി അകത്ത് ജിൻഡോയെ എങ്ങനെ കണ്ടു, ജിൻഡോ എങ്ങനെ പെരുമാറി എന്നുള്ളത് മാത്രമേ പുള്ളി നോക്കുന്നുള്ളൂ. പുള്ളി വെളിയിലുള്ള കാര്യങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊരു മിസ്റ്റേക്കാണ്. പിന്നെ സിജോ അങ്ങനെ പറഞ്ഞതും ഒരു തെറ്റായ ഒരു കാര്യമാണ്. എന്താണേലും ബിഗ് ബോസ് കഴിയാറായി. അർജുനെയും ശ്രീധുവിനെയും ഒക്കെ വേണ്ടാത്ത ആൾക്കാരാണ്. അതായത് ഫാൻസിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അർജുൻ, ശ്രീധു
ഈ മറ്റേ അപ്സരയൊക്കെ പുറത്തായി. പക്ഷേ ശ്രീധുവിനെക്കാട്ടിലും നല്ലതാണ് അപ്സര. പിന്നെ നോറ പുറത്തായി, അത് നന്നായി. അതിനെ ഒരാഴ്ച കൂടെ പിടിച്ചിരുത്തി, അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തെറ്റായിപ്പോയത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡും കൂടെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം.